നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത നെയിംഡ് റിയാക്ഷനാണ് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിയാക്ഷനാണ്. ഇതിനകത്ത് കീറ്റോക്സൈൻസ് എന്ന് പറയുന്നത് ആസിഡ്സിൻ്റെ പ്രസൻസിൽ റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് എൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡുകളാവുന്ന ഒരു റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷനാണ് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കീറ്റോക്സൈൻസ് റീഅറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡുകൾ ഫോം ചെയ്യുന്നു. അതാണ് ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കീറ്റോക്സൈൻസ് എന്ന് പറയുന്നത്? എന്താണ് സി ഡബിൾ ബോണ്ട് NOH എന്ന് പറയുന്ന ആർ ഡാഷ് സി ഡബിൾ ബോണ്ട് NOH എന്ന് പറയുന്നതാണ് കീറ്റോക്സൈൻസ് എന്ന് പറഞ്ഞാൽ. അത് എന്താകുന്നു? അത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ്സ് ആകുന്നു. സോ RCONHR എന്ന് പറയുന്നത് ഇതാണ് അമൈഡുകൾ. 2 തരം അമൈഡുകൾ ഇവിടെ ഉണ്ടാവുക. അവിടെ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതാണ് അങ്ങനെ 2 പ്രൊഡക്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്നത് മൈഗ്രേഷൻ ഓഫ് R ഗ്രൂപ്പാണ് ഫ്രം കാർബൺ ടു നൈട്രജൻ. കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന R ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? നൈട്രജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ വൈഡ് വെറൈറ്റി ഓഫ് അസിഡിക് റിയേജൻസ് നമുക്ക് യൂസ് ചെയ്യാം. H2SO4, SO3, SOCl2, P2O5, PCl5, BF3 ഇവരെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ റിയാക്ഷൻ നടത്താനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ റിലേറ്റീവ് ഇലക്ട്രോൺ റിലീസിങ് എബിലിറ്റി മാത്രമല്ല, ഇവിടെ ഒരു സ്റ്റീരിയോ കെമിക്കൽ അറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട് R ആൻഡ് R' ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക്. ദാറ്റ് ഡിറ്റർമൈൻസ് വിച്ച് ഓഫ് ദ മൈഗ്രേറ്റ്സ്. ഏത് R ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഒരു സ്റ്റീരിയോ കെമിക്കൽ അറേഞ്ച്മെൻറ്റ് വഴി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. മീൻസ് ഇപ്പം ഏത് R ഗ്രൂപ്പാണോ നമ്മളുടെ കാർബണിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കീറ്റോക്സൈം ആണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ സിസ് കീറ്റോക്സൈം ആണോ ട്രാൻസ് കീറ്റോക്സൈം, ആ ഒരു രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഏത് R ഗ്രൂപ്പാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ OH ഇല്ലേ, OHന് ട്രാൻസ് അല്ലെങ്കിൽ ആൻറ്റി ആയിട്ടുള്ള ആൻറ്റിയും ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ്ങാണ് വരുന്നത്. മീൻസ് ഓപ്പോസിറ്റ്. ആൻറ്റി ആയിട്ട് നിൽക്കുന്ന R ഗ്രൂപ്പായിരിക്കും കാർബണിൽ നിന്ന് നൈട്രജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഏറ്റവും വലിയൊരു റിയാക്ഷനാണ് മൈഗ്രേഷൻ ഓഫ് R ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഫ്രം കാർബൺ ടു നൈട്രജൻ. അത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്നത്? R ഗ്രൂപ്പ് that is anti to the OH ഗ്രൂപ്പ് will migrate from carbon to nitrogen. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബെക്ക്മാൻ റിയേജൻറ്റ് ഇത്രയാണ് നമ്മൾ പറയേണ്ടത്. സോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് കീറ്റോക്സൈൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതുണ്ടാവുന്നത്? ഓക്കെ, ഇതിവിടെ പറയേണ്ട ആവശ്യമില്ല. കീറ്റോക്സൈൻ ഡയറക്റ്റായിട്ട് പഠിച്ചു വെച്ചാലും മതി. RCR' ഡബിൾ ബോണ്ട് O, ഇതാണല്ലോ ഒരു കീറ്റോൺ. RCOR' കീറ്റോൺ. ഓക്കെ, NH2OH ഹൈഡ്രോക്സിലമീൻ. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. NH2OH. സോ ഇവിടെ നിന്നൊരു വാട്ടർ മോളിക്യൂൾ പോയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കീറ്റോക്സൈം എന്ന് പറയുന്നത്. CR ഡബിൾ ബോണ്ട് NOH. ഓക്കെ, സോ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഏത് R ഗ്രൂപ്പായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്നത്? OHന് ആൻറ്റി ആയിട്ടുള്ള R ഗ്രൂപ്പ്. സോ OHന് ആൻറ്റി ആയിട്ട് ഇവിടെ ഈ R ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ R ഗ്രൂപ്പായിരിക്കും നൈട്രജൻ്റെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതല്ല, ഇങ്ങനെയാണ് സ്ട്രക്ചറെങ്കിൽ CR ഡബിൾ ബോണ്ട് OH ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഈ OHന് ആൻറ്റി ആയിട്ട് R' ആണുള്ളത്. സോ R' ആയിരിക്കും Nലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ R ആണെങ്കിൽ ഇവിടെ R' ആയിരിക്കും. ഓക്കെ,
അപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് സ്ട്രക്ചറാണ് കീറ്റോക്സൈം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അത്രയും ആപ്ലിക്കേഷൻ ലെവലിലോട്ട് നിങ്ങൾക്ക് വേണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഇനി നമുക്ക് മെക്കാനിസം നോക്കാം. ഇവിടെ അവർ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. C6H5CH3 C ഡബിൾ ബോണ്ട് NOH, ഇതൊരു കീറ്റോക്സൈം ആണ്. ഓക്കെ, ഇതിൽ നിന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ OHന് എന്താണ് ട്രാൻസ് ആയിട്ട് നിൽക്കുക, ആൻറ്റി ആയിട്ട് നിൽക്കുന്നത്, ട്രാൻസ് എന്നല്ല ആൻറ്റി ആണ് കുറച്ചുകൂടി പെർഫെക്റ്റ് വേർഡ്. ആൻറ്റി ആയിട്ട് നിൽക്കുന്നത് CH3 ആണ്. സോ ആ CH3 ആണ് എന്നിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. ആൻഡ് പ്രോഡക്റ്റ് കണ്ടോ, അത് തന്നെയല്ലേ ഫോം ചെയ്തേക്കുന്നത്, നൈട്രജനോട് അറ്റാച്ച്ഡ് അല്ലേ CH3 വന്നേക്കുന്നത്. നെക്സ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് OH ഇപ്പുറത്താണ്, ഇതിന് ആൻറ്റി ആയിട്ട് നിൽക്കുന്നത് C6H5 ആണ്. സോ നൈട്രജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് C6H5 ആയിരിക്കും. അതല്ലേ ഇവിടെ നൈട്രജനോടല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് C6H5. ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രോഡക്ട്സ് സ്റ്റീരിയോ കെമിക്കൽ അറേഞ്ച്മെൻറ്റ് വഴി കിട്ടും. ബെക്ക്മാൻ റിയേജൻറ്റിൻ്റെ പ്രത്യേകതയാണത്. ഇനി ബെക്ക്മാൻ റിയേജൻറ്റിൽ എങ്ങനെയാണ് ആ മെക്കാനിസം വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഓക്കെ നമുക്ക് നോക്കിയേ R C ഡബിൾ ബോണ്ട് OLN R C ഡബിൾ ബോണ്ട് N, ഇവിടെ R-OH. ഇതാണല്ലോ നമ്മൾ പറഞ്ഞ കീറ്റോക്സൈം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് H+ൻ്റെ അസിഡിക് മീഡിയം അല്ലേ. സോ H+ നമ്മൾ ആസിഡിക് മീഡിയത്തിൽ നിന്ന് H+ ഇതിന് കിട്ടുന്നു. ഓക്കെ, സോ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ ആയിരിക്കും H+ കയറാൻ പോകുന്നത്. സോ വി വിൽ ഗെറ്റ് RC R' ഡബിൾ ബോണ്ട് N OH2+. സോ ഇവിടെ നിന്നൊരു വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? ദെൻ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്നൊരു വാട്ടർ മോളിക്യൂൾ പോയി കഴിയുമ്പോൾ നൈട്രജൻ എന്തായിരിക്കും വരുന്നത്? പ്ലസ് ചാർജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ RC ഡബിൾ ബോണ്ട് N R' വാട്ടർ മോളിക്യൂൾ പോയി, എന്നിന് പ്ലസ് ചാർജ് വന്നു. ഓക്കെ, ഇനിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആ R ഗ്രൂപ്പിൻ്റെ മൈഗ്രേഷൻ നടക്കുന്നത്. നോക്കിക്കേ, ഇവിടെ OHന് ഓപ്പോസിറ്റ് ആൻറ്റി ആയിട്ട് നിൽക്കുന്നത് R' ആണ്. ഓക്കെ, സോ R' അല്ല R ആണ്. സോ ഈ R ഗ്രൂപ്പ് എന്ത് ചെയ്യും? നൈട്രജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. നൈട്രജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ കാർബൺ അപ്പോൾ എന്ത് വരും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും കാർബൺ അവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത്. സോ വി വിൽ ഗെറ്റ് R' C കാർബണിന് പോസിറ്റീവ് ചാർജ്, ഡബിൾ ബോണ്ട് N R. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് റിമൂവ് ചെയ്യാനായിട്ട് വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, വാട്ടർ മോളിക്യൂൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? കാർബണിൻ്റെ അടുത്തേക്കായിരിക്കും. ഓക്കെ, സോ R' C OH2+ ഡബിൾ ബോണ്ട് N R. നെക്സ്റ്റ് ഇവിടെ നിന്ന് എന്തായിരിക്കും? ഇവിടെ നിന്നൊരു H+ പോകും, -H+. ഓക്കെ, സോ R' C ഡബിൾ ബോണ്ട് N
OH. ഇനി ഇവിടെ ടോട്ടോമറിസം എന്ന് പറയുന്ന ഫെനോമിനൻ നടന്നിട്ടാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈഡ്രജൻ്റെ ബോണ്ടിൻ്റെ ഇലക്ട്രോൺസ് ഇവിടേക്ക് കൊടുക്കും. അപ്പോൾ H+ പോകും. ആ H+ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ നൈട്രജനിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നു. ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട് കേട്ടോ. ഓക്കെ, ആ ഹൈഡ്രജൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നൈട്രജനിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നു. ഓക്കെ, സി നമുക്ക് ആ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത് R-C ഡബിൾ. അപ്പോൾ ഇവിടെ ബോണ്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നുകൊണ്ട് അവിടെ ഡബിൾ ബോണ്ടായി. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്യുന്നു, നൈട്രജനിലേക്ക് ഷിഫ്റ്റിംഗ് നടക്കും. കാരണം ഇവിടെ ഡബിൾ ബോണ്ട് ആവുമല്ലോ, അതുകൊണ്ട് ഇവിടെ ഷിഫ്റ്റിംഗ് നടക്കും. ഓക്കെ, സോ ഇവിടെ സിംഗിൾ ബോണ്ടായി. സിംഗിൾ ബോണ്ട് എന്താണ്, ഇവിടെ N ഹൈഡ്രജൻ വന്നു, NHR. സോ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലേ, R' ഡബിൾ ബോണ്ട് C NHR. ഓക്കെ, സോ നോക്കിയേ, പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ നമുക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത്. R ഗ്രൂപ്പ് എന്താണ്, ഈ R ഗ്രൂപ്പ് കാർബണിൽ അറ്റാച്ച് ചെയ്ത R ഗ്രൂപ്പ് ഫൈനൽ പ്രൊഡക്റ്റ് ആയപ്പോഴത്തേക്ക് എവിടെ വന്നിരിക്കുന്നു, നൈട്രജനിലേക്ക് അറ്റാച്ച്ഡ് ആയിരിക്കുന്നു. അതാണ് നമ്മുടെ മൈഗ്രേഷൻ ഓഫ് R ഗ്രൂപ്പ് എന്ന് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു മെക്കാനിസം ഇവിടെ പറയുന്നുണ്ട്. ആസിഡ് ക്ലോറൈഡ്സുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ മെക്കാനിസം വരുന്നതെന്ന്. പക്ഷെ ഒരു റിയാക്ഷൻ മെക്കാനിസം പഠിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആവും. ഒരു റിയാക്ഷനും ഒരു മെക്കാനിസം പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, എന്താണ് ശ്രദ്ധിച്ച് നോക്കി മൈഗ്രേഷനൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ആദ്യം അതിനകത്ത് സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ആദ്യം അസിഡിക് മീഡിയം ആയതുകൊണ്ട് H+ എന്ത് ചെയ്തു, നമ്മുടെ ഓക്സൈമിൻ്റെ NOH കയറുന്നു. ദെൻ ഒരു മോളിക്യൂൾ വാട്ടർ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നു. അപ്പോഴാണ് നൈട്രജനിലേക്ക് എന്ത് ചെയ്യുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത്. R ഗ്രൂപ്പ് കാർബണിലിരിക്കുന്ന R ഗ്രൂപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഏത് R ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, OHന് ആൻറ്റി ആയിട്ട് നിൽക്കുന്ന R ഗ്രൂപ്പ് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അതിൽ പിന്നെ പോസിറ്റീവ് ചാർജ് മാറ്റാനായിട്ട് നമ്മൾ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുന്നു. പിന്നെ ഒരു H+ റിമൂവ് ചെയ്യുന്നു. ദെൻ അവിടെ ടോട്ടോമറൈസ് ചെയ്യുന്നു. എന്നിട്ട് അമൈഡ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ബെക്ക്മാൻ റീഅറേഞ്ച്മെൻറ്റിൽ നടക്കുന്നത്.